നമസ്കാരം. അദാനി ഗ്രൂപ്പിനെതിരെ ഗുരുതര സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഉയർത്തിയ അമേരിക്കൻ ഷോർട്ട് സെല്ലർ ഹിൻഡൻബർഗിനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഓഹരി വിപണി നിയന്ത്രിതാവായ സെബി രംഗത്തെത്തി. തൊട്ടു പിന്നാലെ സെബിയുടെ നടപടി അസംബന്ധമാണെന്നും അദാനി ഗ്രൂപ്പിനെ സഹായിക്കുന്നതാണെന്നുമുള്ള മറുപടിയുമായി ഹിൻഡൻബർഗും രംഗത്തെത്തി. അദാനി ഗ്രൂപ്പിനെ സഹായിക്കാനുള്ള സെബിയുടെ ശ്രമങ്ങൾ 2023 ജനുവരിയിൽ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ മുതൽ തുടങ്ങിയതാണെന്നും അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളെ നിർണായക സമയത്ത് രക്ഷിക്കാൻ ബ്രോക്കർമാരുടെ മേൽ സെബി വാങ്ങൽ സമ്മർദ്ദം ചെലുത്തിയതായും ഹിൻഡൻബർഗ് ആരോപിച്ചു. ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ സുപ്രീം കോടതി സെബിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ തുടരന്വേഷണം നടത്താൻ കഴിയില്ലെന്ന മറുപടിയാണ് സെബി നൽകിയത്. രാജ്യത്തെ നിയന്ത്രണ അതോറിറ്റികളുടെ നോട്ടീസുകൾക്ക് വലിയ വില കൊടുക്കാറില്ലെന്ന് അദാനി ഗ്രൂപ്പിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ജുഗേഷിന്ദർ സിംഗ് കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു. സെബിയുമായി അദാനിക്കുള്ള ബന്ധമായിരിക്കും ജുഗേഷിന്ദറിനെ കൊണ്ട് ഇങ്ങനെ പറയിച്ചതെന്നും സെബി ചെയർപേഴ്സൺ മാധവി പുരിയെ ഗൗതം അദാനി 2022 2 തവണ സന്ദർശിച്ചതാണെന്നും ഹിൻഡൻബർഗ് ആരോപിക്കുന്നു. അദാനി ഹിൻഡൻബർഗ് കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സെബി ഉദ്യോഗസ്ഥരുടെ പേരുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് സെബിക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകാനും ഹിൻഡൻബർഗ് തീരുമാനിച്ചിട്ടുണ്ട്. സെബി ഉദ്യോഗസ്ഥർ അദാനി ഗ്രൂപ്പ് പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചകളുടെയും ഫോൺ കോളുകളുടെയും വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും ഹിൻഡൻബർഗ് ആവശ്യപ്പെടും. കഴിഞ്ഞ ജനുവരിയിൽ ഹിൻഡൻബർഗ് പുറത്തുവിട്ട റിപ്പോർട്ടിലെ ഉള്ളടക്കം തെറ്റാണെന്നും വായനക്കാരെ വഴിതെറ്റിക്കുന്നതാണെന്നും ആരോപിച്ചാണ് ഹിൻഡൻബർഗിന് സെബി നോട്ടീസ് നൽകിയത്. എന്നാൽ ഇരകളാക്കപ്പെട്ട നിക്ഷേപകരെ സംരക്ഷിക്കുന്നതിന് പകരം തട്ടിപ്പുകാരോടൊപ്പം നിൽക്കുന്ന സെബി തങ്ങളുടെ ഉത്തരവാദിത്വം മറന്നുവെന്നാണ് ഹിൻഡൻബർഗിന്റെ മറുപടി. ഇന്ത്യയിലെ നിക്ഷേപകർക്ക് തട്ടിപ്പുകാരിൽ നിന്ന് ഒരു സംരക്ഷണവും ലഭിക്കുന്നില്ലെന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ സെബി നൽകുന്ന സന്ദേശമെന്നും ഹിൻഡൻബർഗ് കൂട്ടിച്ചേർത്തു. അദാനി ഗ്രൂപ്പ് കൃത്രിമമായി ഓഹരി വില പെരുപ്പിച്ചു കാട്ടിയെന്നും ഇത്തരത്തിൽ സ്വന്തമാക്കിയ ഓഹരികൾ ഈടാക്കി വായ്പയെടുത്തെന്നും കടലാസ് കമ്പനികളിലേക്ക് പണം തിരിമറി നടത്തിയെന്നും അടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ 2023 ജനുവരിയിലാണ് അമേരിക്കൻ നിക്ഷേപ ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ടത്. റിപ്പോർട്ട് രാജ്യത്ത് സാമ്പത്തികവും രാഷ്ട്രീയവുമായ വൻ ചലനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഗൗരവകരമായ അന്വേഷണം വേണമെന്ന ആവശ്യമുയർന്നെങ്കിലും സെബിയുടേത് നടക്കുന്നതിനാൽ മറ്റ് അന്വേഷണം വേണ്ടെന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. എന്നാൽ സെബിയുടെ നോട്ടീസും ഹിൻഡൻബർഗിന്റെ മറുപടിയും എത്തിയതോടെ സംഭവം വീണ്ടും ചർച്ചയായി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നിരിക്കെ വാദിയെ പ്രതിയാക്കുന്ന പരിപാടിയാണോ സെബി നടത്തുന്നത് എന്നറിയാൻ കുറച്ചുകൂടി കാത്തിരിക്കാം.